പരിശുദ്ധ ബൈബിളിലെ പ്രവചനങ്ങൾ സൂക്ഷ്മമായി പഠിക്കുന്നവർക്ക്, നിരീക്ഷിക്കുന്നവർക്ക് ഒരു കാര്യം വളരെ വ്യക്തമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ലോകം അതിൻ്റെ ഒരു അന്ത്യ കാലഘട്ടത്തിലേക്ക് അടുക്കുന്ന പല സൂചനകളും, ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പല സൂചനകളും ഈ ഒരു കാലഘട്ടത്തിൽ നിറവേറിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ തന്നെ നമ്മളിപ്പോൾ ആയിരിക്കുന്ന കാലഘട്ടം അത് എല്ലാ കാരണങ്ങളും കൊണ്ട് തന്നെ അതീവ നിർണായകമായിട്ടുള്ള കാലഘട്ടം തന്നെയാണ്. അതിൻ്റെ ആരംഭം മുതലുള്ള ആ ചരിത്രമെടുത്ത് നോക്കുമ്പോൾ നമ്മളായിരിക്കുന്ന ഒരു കാലഘട്ടം, ഈ തലമുറ എന്ന് പറയുന്നത് അതീവ നിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ബൈബിളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവചനമുണ്ട്. അത് വെളിപാടിൻ്റെ പുസ്തകത്തിലാണ് അതുള്ളത്. മുദ്ര കുത്തപ്പെടാത്തവർക്ക് കൊടുക്കൽ വാങ്ങലുകൾ അസാധ്യമായി തീരും എന്ന് പറയുന്ന ആ ഒരു പ്രവചനം. ഈ ഒരു സമയത്തെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ വളർച്ചയെടുത്ത് നോക്കുമ്പോൾ ആ വചനത്തെ സാധൂകരിക്കുന്ന, ആ വചനത്തെ നിറവേറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾക്ക്, സാഹചര്യങ്ങൾക്ക് വഴിയൊരുക്കുന്ന രീതിയിലുള്ള ചില സംഭവവികാസങ്ങൾ ഈ അടുത്ത നാളുകളിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സംജാതമായിരിക്കുന്നു. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന അരാജകത്തിൻ്റെ സന്തതിയായിട്ടുള്ള ആ അന്ത്യക്രിസ്തു അത് ലോകത്ത് ഉടലെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. വളരെ നിർണായകമായിട്ടുള്ള ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടുകയാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡിൽ. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് റോബിൻ. അരുൺ, ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സബ്ജക്റ്റാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു ആത്മീയ പശ്ചാത്തലമുള്ള ഒരു സബ്ജക്റ്റ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ സബ്ജക്റ്റുകൾക്കും അതിൻ്റേതായിട്ടുള്ളൊരു ആത്മീയ പശ്ചാത്തലമുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയത്തിന് കുറേ കൂടി ആഴത്തിൽ ഒരു ആത്മീയമായിട്ടുള്ളൊരു പശ്ചാത്തലമുണ്ട്. നമുക്കറിയാം, ക്രൈസ്തവരായിട്ടുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു വിശ്വാസ സത്യമാണ് ക്രിസ്തു രണ്ടാമതും വരും, അല്ലെങ്കിൽ കർത്താവിൻ്റെ സെക്കൻഡ് കമ്മിങ്, ഈശോയുടെ രണ്ടാമത്തെ വരവ് എന്നത്. ആ രണ്ടാമത്തെ വരവുമായി ബന്ധപ്പെട്ട അനേകം പ്രവചനങ്ങൾ പരിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും. നിരവധി പ്രവചനങ്ങൾ, ഇനി നിറവേറാനിരിക്കുന്ന നിരവധി പ്രവചനങ്ങൾ പരിശുദ്ധ ബൈബിളിലുണ്ട്. നമുക്കറിയാം, നമ്മൾ എല്ലാ നിലപാടിലൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു ഇതാണ് നമ്മൾ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അവിടെ നടക്കുന്ന സംഭവവികാസങ്ങൾ. മിഡിൽ ഈസ്റ്റിന് തീർച്ചയായിട്ടും ഒരു എൻഡ് ടൈം പ്രൊഫസിയുമായി ബന്ധപ്പെട്ടൊരു നിർണായകമായിട്ടുള്ള റോളുണ്ട്. നമ്മൾ ബൈബിളിലുള്ള ഓരോ പ്രവചനങ്ങളും സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് കഴിയുമ്പോൾ ഈ ബൈബിളിലെ ഈ എൻഡ് ടൈം പ്രൊഫസി, അല്ലെങ്കിൽ കർത്താവിൻ്റെ സെക്കൻഡ് കമ്മിങ്ങുമായി ബന്ധപ്പെട്ടുള്ള പ്രവചനങ്ങൾ, അത് ആഴത്തിൽ പഠിക്കുന്ന ബൈബിൾ പണ്ഡിതന്മാർ അല്ലെങ്കിൽ ആ വിഷയങ്ങളെ നിരീക്ഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം അവർക്ക് എന്തായാലും വ്യക്തമായിട്ടും പറയാൻ സാധിക്കും. നമ്മൾ ഈ ആയിരിക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്ന അതിനിർണായകമായിട്ടുള്ള ഒരു, ഇതുവരെ ചരിത്രത്തിൽ എങ്ങും ദർശിക്കാത്ത രീതിയിലുള്ള ഒരു നിർണായകമായിട്ടുള്ളൊരു കാലഘട്ടത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. അതായത് കർത്താവിൻ്റെ രണ്ടാം വരവുമായി ബന്ധപ്പെട്ടുള്ള പല പ്രവചനങ്ങളും അതിൻ്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, കർത്താവ് എന്ന് വരും എന്നത് ദൂതന്മാർക്കോ, സ്വർഗത്തിലെ ദൂതന്മാർക്കോ പോലും അറിയത്തില്ല, ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷേ എങ്കിൽ പോലും പ്രവചനങ്ങളൊക്കെ നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ പലതും അതിൻ്റെ ഒരു പൂർത്തീകരണത്തിലേക്ക്, അല്ലെങ്കിൽ നിറവേറപ്പെടാൻ പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഈ ബൈബിൾ പണ്ഡിതന്മാരെ ഒരു മിസ്റ്ററി, ആ ഒരു കണ്ണിലൂടെ കണ്ടിരുന്ന ഒരു പുസ്തകമാണ്, ബൈബിളിലെ പുസ്തകമാണ് വെളിപാട് പുസ്തകം. അത് ഒരു സാധാരണക്കാരൻ അത് വായിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് എന്താണ് എഴുതിയിരിക്കുന്നത് മനസ്സിലാകാൻ കുറേ ബുദ്ധിമുട്ടുണ്ട്. കാരണം കുറേ ഒരു പ്രവചന സ്വഭാവമുള്ള വചനങ്ങളാണ് വെളിപാട് പുസ്തകത്തിലുള്ളത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു പോയിന്റ്, അത് പല വചനങ്ങളും ഉണ്ട്. പക്ഷേ കഴിഞ്ഞ 2000 വർഷങ്ങളായിട്ട് പലരെയും ഒരു ആകാംക്ഷയിൽ, അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു കൗതുകത്തിൻ്റെ മുൾമുനയിൽ നിർത്തിയിട്ട് ഉള്ള ഒരു പരിശുദ്ധ വചനമാണ് ഞാനിപ്പോൾ വായിക്കാൻ പോകുന്നത്. വെളിപാടിൻ്റെ പുസ്തകം 13-ാം അധ്യായം, അതിൽ 16-17 തിരുവചനങ്ങൾ. അതായത് ചെറിയവരും വലിയവരും, ധനികരും ദരിദ്രരും സ്വതന്ത്രരും അടിമകളുമായ എല്ലാവരുടെയും വലത് കൈയിലോ നെറ്റിയിലോ മുദ്ര കുത്തണമെന്ന് അത് നിർബന്ധിച്ചു. മൃഗത്തിൻ്റെ നാമമോ നാമത്തിൻ്റെ സംഖ്യയോ മുദ്ര അടിക്കപ്പെടാത്തവർക്ക് കൊടുക്കൽ വാങ്ങൽ അസാധ്യമാക്കാൻ വേണ്ടിയായിരുന്നു അത്. നമുക്കറിയാം, ഈ പരിശുദ്ധ വചനങ്ങൾ എഴുതുന്ന ഒരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ അതിന് ഒരു 200 വർഷങ്ങൾക്ക് ശേഷം, 1000 വർഷങ്ങൾക്ക് ശേഷം, 1500 വർഷങ്ങൾക്ക് ശേഷം, എന്തിനേറെ പറയുന്നു 2000 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഈ ഒരു വചനം ഇങ്ങനെ ആലോചിക്കുമ്പോൾ അത് എങ്ങനെയാണ് നിറവേറപ്പെടാൻ പോകുന്നത്, ഒരു മുദ്ര കുത്തപ്പെടാത്തവർക്ക് കൊടുക്കൽ വാങ്ങലുകൾ എങ്ങനെ അസാധ്യമായി തീരും എന്ന് നമുക്ക് സ്വാഭാവികമായിട്ടും ചിന്തിക്കാൻ സാധിക്കും. പക്ഷേ കഴിഞ്ഞൊരു 10-15 വർഷത്തെ ഈ സാങ്കേതിക വിദ്യയിൽ ഉണ്ടായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ്, ഒരു വളർച്ച, അത് എടുത്തു നോക്കുമ്പോൾ ഈ വചനത്തിൻ്റെയൊക്കെ അതിൻ്റെ എന്താ പറയുക ഒരു ആഴം നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ എന്തിനേറെ പറഞ്ഞു, നമ്മുടെ കയ്യിലുള്ള
ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ഒരു സംവിധാനം നമ്മുടെ ശരീരത്തിൻ്റെ ഒരു അവയവമായിട്ട് തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നത്. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള സകല കാര്യങ്ങൾ ഇതുമായിട്ടാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്. എല്ലാ പേയ്മെൻറ്റും നമുക്കിപ്പം ഏറ്റവും കൂടുതൽ UPI പേയ്മെൻറ്റ്, ഡിജിറ്റൽ പേയ്മെൻറ്റ് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ വരുന്നു, OTP പോലത്തുള്ള സംവിധാനങ്ങൾ വരുന്നു. അപ്പോൾ മൊബൈൽ ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതായത് വെറും ഒരു കോൾ വിളിക്കാനുള്ള ഒരു സംവിധാനം മാത്രമല്ല ഇത്, ഒരു ജീവിതത്തിൻ്റെ ഒരു 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 എന്താ പറയുക, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി, ഒരു അവയവമായി തന്നെ മൊബൈൽ ഫോൺ മാറിയിരിക്കുന്നു. അപ്പോൾ അതിനകത്ത് തന്നെയാണ് കഴിഞ്ഞ ദിവസം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചയായിട്ടുള്ള ഒരു വാർത്തയുണ്ടായിരുന്നു. അതായത് ബിൽ ഗേറ്റ്സ് പറഞ്ഞു എന്ന് പറയുന്ന ഒരു വാർത്ത. അതായത് നമുക്കറിയാം മൊബൈൽ ഫോൺ കൊണ്ട് നമുക്കറിയാം ഇത് നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഏത് നിമിഷവും നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാവുന്ന ഒരു സ്ഥിതി വിശേഷം. നമ്മൾ തിരക്കുള്ള സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ ആദ്യം തപ്പുന്നത് പോക്കറ്റിൽ മൊബൈൽ ഉണ്ടോ എന്നൊരു സംഗതി. മൊബൈൽ പോയി കഴിഞ്ഞാൽ പിന്നെ 100 കൂട്ടം നൂലാമാലകളാണ്. പോലീസ് കംപ്ലയിൻറ്റ് ചെയ്യണം, ഇതുമായിട്ട് ബന്ധപ്പെട്ട നമ്പർ ബ്ലോക്ക് ചെയ്യണം, അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, നമ്മുടെ സ്വകാര്യത, അതെല്ലാം പ്രശ്നമാണ്. അപ്പോൾ ബിൽ ഗേറ്റ്സ് പറഞ്ഞു എന്ന് പറയപ്പെടുന്ന ഒരു സൊല്യൂഷൻ ഉണ്ട്. അതായത് ഈ മൊബൈലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംഗതികളും ഒരു സ്മാർട്ട് ടാറ്റു എന്നൊരു സംവിധാനം. അതായത് നമ്മുടെ കയ്യിൽ തന്നെ അതിങ്ങനെ പച്ച കുത്തുന്ന ഒരു സംവിധാനം. പക്ഷേ അത് പിന്നീട് ബിൽ ഗേറ്റ്സ് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പക്ഷേ അത്തരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന സൂചന നമുക്ക് ലഭിക്കുന്നത്. സ്മാർട്ട് ടാറ്റു എന്ന് പറയുമ്പോൾ മൊബൈലിൻ്റെ ഒരു ഉപയോഗം തന്നെ. ഇപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ തന്നെ അതിങ്ങനെ ഘടിപ്പിച്ച്, അതായത് ശരീരത്തിൽ തന്നെ പച്ച കുത്തിയിരിക്കും. ആ ടാറ്റു ഉപയോഗിച്ച് നമുക്ക് എല്ലാ കാര്യങ്ങളും മൊബൈലിലൂടെ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നതോ അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മളിന്ന് ചർച്ച. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അരുണിലേക്ക് വരികയാണ്. ഒരു വചനം, വെളിപാടിന്റെ പുസ്തകം 11-ാം അധ്യായം 9-ാം തിരുവചനം. അതായത് ജനതകളിലും ഗോത്രങ്ങളിലും ഭാഷകളിലും രാജ്യങ്ങളിൽ നിന്നുള്ളവർ 3.5 ദിവസം അവരുടെ മൃതദേഹങ്ങൾ നോക്കി നിൽക്കും, മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ അവർ അനുവദിക്കുകയില്ല. നമുക്കറിയാം ഈ വചനം ഒരു 100 വർഷം മുമ്പ് നമ്മൾ ഈ വചനം വായിച്ചാൽ ഇത് എങ്ങനെ സാധ്യമാകുമെന്ന് നമുക്ക് അത്ഭുതപ്പെടും, അല്ലേ? ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർ എങ്ങനെയാണ് ഒരു ദൃശ്യം ഒരേ സമയം അവർ കണ്ടുകൊണ്ട് നിൽക്കുന്നത്? പക്ഷേ ഇപ്പോൾ അത് സാധ്യമാണ്, അല്ലേ? ഇപ്പോൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് എന്ത് സംഭവം നടന്നാലും നമുക്ക് നമ്മുടെ TV-യിൽ കൂടി തത്സമയം കാണാനുള്ള എല്ലാ സംവിധാനവും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മളൊരു എത്തി നിൽക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അതിനിർണായകമായിട്ടുള്ള കാലഘട്ടമാണ്. അപ്പോൾ അരുണിലേക്ക് വരുമ്പോൾ, അരുൺ, നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്ന ഈ സാങ്കേതിക വിദ്യയുടെ വളർച്ച, പ്രത്യേകിച്ച് ഈ സ്മാർട്ട് ടാറ്റു ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, പലപ്പോഴും ചിപ്പ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ഒരു മിസ്റ്ററി രൂപത്തിൽ പലരും ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ഒരു വചനവുമായി നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ സാങ്കേതിക വിദ്യകളുടെ വളർച്ചയെ നമ്മൾ എങ്ങനെ നോക്കിക്കാണണം? ജോർജ് ഇപ്പോൾ സൂചിപ്പിച്ച ആ വാർത്ത, അതായത് ബിൽ ഗേറ്റ്സിന്റെ പേരിലായിട്ട് വന്ന വാർത്ത, അതിലെ ഒരു കൃത്യമൊരു ഡേറ്റ് ഉണ്ടായിരുന്നു. അതായത് 2030 2030 കഴിഞ്ഞാൽ ഇനി സ്മാർട്ട് ഫോൺ ഇല്ല. ജോർജ് പറഞ്ഞു നമ്മുടെ ശരീരത്തോടു കൂടി ചേർന്ന് നിൽക്കുന്ന ഒരു ഉപകരണം, ഇനി ആ ഉപകരണം നമ്മുടെ ശരീരത്തിലേക്ക് ഒട്ടിച്ചേരാൻ പോകുന്നു. അതാണ് ആ വാർത്തയുടെ ഒരു കാതലായിരുന്നു. പക്ഷേ ബിൽ ഗേറ്റ്സ് അങ്ങനെ ഈ ദിവസങ്ങളിലൊന്നും പറഞ്ഞതായിട്ട് അറിവില്ല. പക്ഷേ ആ വാർത്ത ഉണ്ടാക്കിയൊരു പ്രഗമനമുണ്ട്. അത് ഈ സ്പിരിച്വൽ വേൾഡിൽ മാത്രമല്ല, ഡിജിറ്റൽ വേൾഡിലും എല്ലാവരും അത് അത്രത്തോളം ആകാംക്ഷയോടെയാണ് ആ വാർത്തയെ സമീപിച്ചത്. കാരണം അധികമാരും സംസാരിച്ചിട്ടില്ലാത്ത, അധികമാർക്കും അതിനെക്കുറിച്ച് അറിയില്ല. പക്ഷേ ഡിജിറ്റൽ വേൾഡിലുള്ളവർക്ക് അറിയാം ഇത് എന്നാണ് എന്ന കാര്യത്തിൽ മാത്രമേ അവർക്ക് കൺഫ്യൂഷനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വാർത്ത വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. പിന്നീട് നമുക്ക് അറിയാൻ കഴിഞ്ഞു ഇത് ബിൽ ഗേറ്റ്സ് അല്ല ഇത് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതിനെക്കുറിച്ചുള്ള സൂചനകൾ മുൻ വർഷങ്ങളിൽ ബിൽ ഗേറ്റ്സ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് ബിൽ ഗേറ്റ്സ് മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്, ലോകത്തിലുള്ള ടെക് ഗൈഡുകൾ, അതുപോലെ തന്നെ ശാസ്ത്രജ്ഞർ, ഇവരെല്ലാവരും കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് സ്മാർട്ട് ഫോണിന്റെ കാലം കഴിയാണ്. ഏകദേശം 15 വർഷത്തോളമായി ഇപ്പോൾ ഈ സ്മാർട്ട് ഫോൺ നമ്മുടെ കൈകളിലിരിക്കുന്നു. അതിന്റെ ആരംഭത്തെ 5 വർഷത്തിൽ തന്നെയാണ് അതിൽ ഏറ്റവും കൂടുതൽ ഡെവലപ്മെന്റ്സുകൾ നടന്നത്. പിന്നീട് അതൊരു സാച്ചുറേഷൻ പോലെ എത്തി. ഇപ്പോൾ 15 വർഷമായി സ്മാർട്ട് ഫോണിന്റെ യുഗം കഴിയുന്നു. ഇനി എന്താണ് നമ്മുടെ ലോകത്തെ ഭരിക്കാൻ പോകുന്നത്? അതിനുള്ള ഒരു കൃത്യമായിട്ടുള്ള ഉത്തരമാണ് ഈ സ്മാർട്ട് ടാറ്റു, അതല്ലെങ്കിൽ ഇലക്ട്രോണിക് ടാറ്റു എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ആ ഡിവൈസ്. ഇതൊരു ഡിവൈസ് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു ടാറ്റു എങ്ങനെ നമ്മുടെ ശരീരത്തിൽ മഷി കൊണ്ട് എഴുതുന്നു, അതേപോലെ അത്രയും സിമ്പിളായിട്ട് നമ്മുടെ ശരീരത്തിൽ ഒരു ടാറ്റു പോലെയൊക്കെ എടുക്കുന്ന ഒരു സംവിധാനമാണ് ഇത്. അപ്പോൾ ഈ സ്മാർട്ട് ടാറ്റു ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് മൊബൈൽ വേണ്ട. പക്ഷേ ഈ സ്മാർട്ട് ടാറ്റുവിന് എന്തുകൊണ്ട് ക്രിസ്ത്യൻ വേൾഡിൽ അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ വേൾഡിൽ എന്തുകൊണ്ട് ഇത്രയും പ്രാധാന്യം വരുന്നു? അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതിനു മുമ്പ് എന്താണ് ഈ സ്മാർട്ട് ടാറ്റു എന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. അതിന്റെ ഉപയോഗങ്ങൾ എന്താണ്, ഇപ്പോൾ എത്രത്തോളമായി അതിന്റെ ഡെവലപ്മെന്റ്സ് എന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഒരുപക്ഷെ പ്രായമായവരെക്കാളും കൊച്ചു കുട്ടികൾക്ക് വേണമെങ്കിൽ ഈ കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇതെല്ലാം അവർ ഉപയോഗിക്കുന്ന സാധനങ്ങൾ തന്നെയാണ്. ഒരു വിധത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡിജിറ്റൽ വെയറബിൾസ്, സ്മാർട്ട് വാച്ച്, അതുപോലെ തന്നെ മെഡിക്കൽ ആയിട്ടുള്ള ചില ഡിവൈസുകൾ, ഇതെല്ലാം നമ്മുടെ ശരീരത്തോടു കൂടി ഒട്ടി ചേർന്ന് ദിവസം മുഴുവൻ നമ്മുടെ ശരീരത്തിലുണ്ട് ആ ഡിവൈസുകൾ. പക്ഷെ അതിനുള്ള ഒരു വ്യത്യാസം, അതും ഈ സ്മാർട്ട് ടാറ്റു തമ്മിലുള്ള ഒരു വ്യത്യാസം,
ഇത് ശരീരത്തിൽ ഒട്ടിച്ചേർന്നിരിക്കുന്നു, അതായത് നമ്മുടെ സ്കിന്നുമായിട്ട് പറ്റിച്ചേർന്നിരിക്കുന്നു എന്ന ഒരു വ്യത്യാസം മാത്രമാണ് ഈ സ്മാർട്ട് ടാറ്റൂവിനുള്ളത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഈ ഡിജിറ്റൽ വെയറബിൾ വെച്ചിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഒരുവിധം എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നമുക്കൊരു സ്മാർട്ട് ഫോണിന്റെ ഒരു ചെറിയൊരു പതിപ്പ് നമുക്ക് സ്മാർട്ട് വാച്ചിലൂടെയും കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മെഡിക്കൽ ഫീൽഡിൽ ECG അടക്കമുള്ള പലപ്പോഴും നമുക്ക് നമ്മുടെ മിക്കവാറും ആശുപത്രികളിൽ പോലും ഈ വെയറബിൾസ് ലഭ്യമാണ്. നമ്മുടെ നെഞ്ചത്ത് അത് ഒട്ടിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആശുപത്രി വീണ്ടും ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി പോകേണ്ട കാര്യമില്ല. അവർക്ക് കൃത്യമായിട്ട് നമ്മുടെ ഡാറ്റ മുഴുവൻ വൈഫൈ വഴി നമ്മുടെ സ്മാർട്ട് ഫോൺ വഴി അത് നേരെ മുഴുവൻ സമയം തത്സമയം അവരുടെ കയ്യിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സംവിധാനമാണ്. അപ്പോൾ ഈ സംവിധാനങ്ങളൊക്കെ ഓൾറെഡി മാർക്കറ്റിംഗിലുണ്ട്. അതായത് കമ്മ്യൂണിക്കേഷൻ നടക്കും, ഈ ഹെൽത്ത് മോണിറ്ററിംഗ് നടക്കും, അതുപോലെ തന്നെ സെക്യൂരിറ്റി പർപ്പസ് ആയിട്ട്, അതായത് ഓതന്റിക്കേഷനോ ഈ പേയ്മെന്റുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെതായ സെക്യൂരിറ്റി പർപ്പസ് മീറ്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്മളെ കുറിച്ചുള്ള മുഴുവൻ ഡാറ്റയും ഈ ഇത് എവിടെയാണോ ഇതിന്റെ കൺട്രോൾ ഇരിക്കുന്നത് അവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും ഈ സംവിധാനം വെച്ചിട്ട് സാധിക്കും. ഇനി എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, എന്താണ് ഈ ഡിവൈസ്, അതിനെ കുറിച്ചും കൂടി വളരെ ചെറുതായിട്ടൊന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് ഇതും എങ്ങനെ പരിശുദ്ധ ബൈബിളിലെ വെളിപാട് പുസ്തകത്തിലെ പ്രവചനങ്ങളുമായിട്ട് ഇത് എങ്ങനെ കണക്ട് ആയിരിക്കുന്നു എന്ന കാര്യത്തിലേക്ക് നമുക്ക് വരാം. ശരിക്കും ഈ സ്മാർട്ട് ടാറ്റു എന്ന് പറയുന്നത് അതൊരു സ്പെഷ്യൽ ഇങ്ക് വെച്ചിട്ട് തന്നെ, അതായത് ഒരു സ്പെഷ്യൽ ഇങ്കാണ്. ആ സ്പെഷ്യൽ ഇങ്കില് നാനോ കപ്പാസിറ്റേഴ്സ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഇതൊരു ഗ്രാഫിൻ എന്ന് പറഞ്ഞ ഒരു മെറ്റീരിയൽ, ഈ കണ്ടക്റ്റീവ് ആയിട്ടുള്ള പോളിമേഴ്സ് ഇതെല്ലാം ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു ഇങ്ക്. ആ ഒരു ഇങ്ക് കൊണ്ട് ഒരു പ്രതലം സൃഷ്ടിച്ചതിന് ശേഷം അത് നമ്മുടെ ബോഡിയിലേക്ക് സ്റ്റിക്ക് ചെയ്യുന്നു, പ്രധാനമായിട്ടും നമ്മുടെ കൈകളിലേക്ക് തന്നെ. പരിശുദ്ധ ബൈബിളിൽ പറയുന്നത് വലത് കൈയിലോ നെറ്റിയിലോ മുദ്ര കുത്താത്തവർ അവർക്ക് കൊടുക്കൽ വാങ്ങൽ അസാധ്യമാകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മൊബൈലിന്റെ ഫീച്ചേഴ്സ്, മൊബൈൽ കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന പല കാര്യങ്ങളും ഇനി ഈ സംവിധാനത്തിലേക്ക് മാറുകയാണ്. അത് ബിൽഗേറ്റ്സ് പറഞ്ഞത് 2030 ആണെങ്കിൽ ഇപ്പോൾ ടെക് വേൾഡ് പറയുന്നത് 2030 വരെ അതിന് കാത്തിരിക്കേണ്ട കാര്യമില്ല എന്നാണ് അവർ പറയുന്നത്. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ സാങ്കേതിക വിദ്യ ലോകത്തെ കീഴടക്കുമെന്നാണ് പറയുന്നത്. 2030 വരെ ഒന്നും കാത്തിരിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ എങ്ങനെ ഒരു സ്മാർട്ട് ഫോണിന്റെ എല്ലാ പർപ്പസിലൂടെ നടക്കും എന്ന കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ വന്നേക്കാം. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സ്ക്രീൻ വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കിതെല്ലാം കാണുന്നത്, നമ്മളൊരു കാര്യം ഓപ്പറേറ്റ് ചെയ്യുന്നത് ഈ സ്ക്രീൻ വെച്ചിട്ടാണ്. പക്ഷേ ഇന്ന് സ്ക്രീൻ അത്ര പ്രധാനപ്പെട്ടതൊന്നുമല്ല. AI വരവോടുകൂടി വോയിസ് കമന്റിനും നമ്മുടെ ഗസ്റ്ററുകൾക്കും നമ്മുടെ ആംഗ്യങ്ങൾക്കൊക്കെ വളരെ പ്രാധാന്യം വന്നു കഴിഞ്ഞു. ഇപ്പോൾ അതിലൂടെയാണ് ഭൂരിഭാഗം കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. എങ്കിൽ പോലും ഒരു സ്ക്രീനിന്റെ ഒരു കുറവ് ഇവിടെ കാണുന്നുണ്ട്. ബാക്കി എല്ലാ പർപ്പസും നമുക്ക് വൈഫൈ വഴിയാണ് കണക്ട് ആവുന്നത്. അപ്പോൾ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടിംഗിലേക്ക് സിസ്റ്റത്തിലേക്ക് ഇത് കണക്ട് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. കാരണം പ്രോസസ്സിംഗ് കാര്യങ്ങളെല്ലാം നടക്കാനായിട്ട് അവിടെ ആ സംവിധാനം മതി. ബാക്കി ഇവിടെ വരുന്ന ബാറ്ററി ഇതിനെ സംബന്ധിച്ചിടത്തോളം സെൽഫ് പവേർഡ് ആണ്. ഇത് വളരെ മിനുസമേറിയ മെറ്റീരിയലാണ്, അലർജിക്ക് അല്ല, നമ്മുടെ ബോഡിയിൽ ഉള്ളത് നമ്മൾ അറിയ പോലും ഇല്ല. അതുപോലെ തന്നെ സ്ട്രെച്ചബിൾ ആണ്, അതിന്റെ മെറ്റീരിയൽ സ്ട്രെച്ചബിൾ ആണ്. അതുകൊണ്ട് തന്നെ സ്കിൻ ഫ്രണ്ട്ലി ആണ്, നമ്മുടെ വേർപ്പോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അതിനെ ബാധിക്കുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരു മെറ്റീരിയലാണ് ഈ ടാറ്റു ആയിട്ട് നമ്മുടെ ബോഡിയിൽ അടിക്കുന്നത്. പക്ഷെ ഒരു സ്ക്രീനിന്റെ ഒരു കുറവുണ്ട്. അതാണ് ഇപ്പോൾ ഉള്ളൊരു ചലഞ്ച്. ആ ചലഞ്ച് ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ടെക്നോളജി ഡെവലപ്പ് ചെയ്തിരിക്കുന്ന കയോട്ടിക് മൂൺ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. ആ കമ്പനീനെ എക്സഞ്ചർ 2015 ഏറ്റെടുത്തു. അവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മെഡിക്കൽ സംബന്ധമായിട്ടുള്ള മെഡിക്കൽ മോണിറ്ററിംഗ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഡിവൈസുകളിലാണ് അവർ കൂടുതൽ ശ്രദ്ധിച്ചിരിക്കുന്നത്. പക്ഷെ അത് മാറുകയാണ്. അത് ഈ പറഞ്ഞ മൊബൈലിന്റെ എല്ലാ ഫംഗ്ഷനുകളിലേക്കും ഉൾച്ചേർക്കപ്പെടുന്ന ഒരു സംവിധാനത്തിലേക്ക് വരികയാണ്. അപ്പൊ ഈ കയോട്ടിക് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അവിടെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അരാജകത്വം എന്നാണല്ലോ അതിന്റെ അർത്ഥം തന്നെ, അല്ലെങ്കിൽ അസ്വസ്ഥത. അപ്പോൾ ഈ ഒരു വാക്ക്, അരാജകത്വത്തിന്റെ മനുഷ്യൻ എന്നൊരു വാക്ക് നമ്മൾ ബൈബിളിൽ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ആന്റിക്രൈസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ അരാജകത്വത്തിന്റെ മനുഷ്യൻ പ്രത്യക്ഷപ്പെടുന്ന ആ കാര്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. വർഷങ്ങളായിട്ട് ഇതിന്റെ മേൽ ഡെവലപ്മെന്റ്സ് നടക്കും. ഇനി ഇതിന്റെ ഡിസ്പ്ലേ എങ്ങനെ, മൊബൈൽ ഇല്ലാതെ, ഇതുപോലെയുള്ള ഒരു ഡിവൈസ് ഇല്ലാതെ നമുക്ക് എങ്ങനെ ഇതിന്റെ ഡിസ്പ്ലേ വരും? ഇത് കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാവുന്നതാണ്. 2 ഓപ്ഷനുകളാണ് ഇതിന് മുമ്പിലുള്ളത്. ഒന്ന് സ്മാർട്ട് ഗ്ലാസ് എന്നുള്ള ടെക്നോളജിയാണ്. അത് ഓൾറെഡി ഡെവലപ്ഡ് ആണ്. ഈ സ്മാർട്ട് ഗ്ലാസ് വെച്ച് നമുക്ക് ഈ സ്ക്രീനെ നമുക്ക് സ്മാർട്ടായിട്ട് നമ്മുടെ സ്മാർട്ട് സ്ക്രീനെ നമുക്ക് ഈ ഗ്ലാസ്സിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. 2 ഇതിനേക്കാൾ കൂടുതൽ ഡെവലപ്മെന്റ് ആയിട്ടുള്ള ഓഗ്മെന്റഡ് റിയാലിറ്റി AR. നമ്മുടെ ന്യൂസ് ചാനലുകളിൽ പോലും, മിക്കവാറും പല ന്യൂസ് ചാനലുകൾ പോലും വെർച്വൽ സ്റ്റുഡിയോ കൂടാതെ തന്നെ അതിൽ ഓഗ്മെന്റഡ് റിയാലിറ്റി കൂടി അവർ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത്തരം ചില ഷോകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അപ്പോൾ ഓഗ്മെന്റഡ് റിയാലിറ്റി എന്താണെന്ന് നമുക്കറിയാം. ഈ ഓഗ്മെന്റഡ് റിയാലിറ്റി അതായത് ഡിജിറ്റൽ വേൾഡിനെയും നമ്മുടെ റിയൽ വേൾഡിനെയും രണ്ടിനെയും കൂടി സമന്വയിപ്പിക്കുന്ന ഒരു സംവിധാനമായിട്ട് അത് വർക്ക് ചെയ്യണം. അപ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ ഉപയോഗിക്കുന്ന ബ്ലൂടൂത്ത് ഇയർബഡ്സ്, ഒരുപക്ഷെ നമ്മളത് ചെവിയിൽ വയ്ക്കുമ്പോൾ നമ്മൾ 2 വേൾഡുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഡിജിറ്റൽ വേൾഡുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിലൂടെ കമ്മ്യൂണിക്കേറ്റ് ആവുന്നുണ്ട്. അതോടൊപ്പം തന്നെ റിയൽ വേൾഡിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അറിയുന്നുണ്ട്. ഇത് കാഴ്ചയുടെ തലത്തിലേക്ക് വരുന്നു എന്നുള്ള ഒരു മാറ്റം മാത്രമേ ഉള്ളൂ. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഡിജിറ്റൽ വേൾഡിലുമാണ്, അതോടൊപ്പം തന്നെ നമ്മൾ റിയൽ വേൾഡിലുള്ള കാര്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെയും നമ്മൾ പ്രവർത്തന നിരതരാണ്. അപ്പോൾ ഈ 2 ടെക്നോളജികൾ തമ്മിൽ സംയോജിക്കുമ്പോൾ ഓഗ്മെന്റഡ് റിയാലിറ്റിയുടെ പിന്നിലുള്ളത് സുക്കർബർഗ് ആണ്.
മെറ്റയുടെ സുക്കർബർഗ് ആണ് ഇതിന്റെ പിന്നിൽ കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചയോട്ടിക് മൂൺ ഇതിന്റെ സ്പർശനമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, കാഴ്ചയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സുക്കർബർഗിന്റെ ഓഗ്മെന്റഡ് റിയാലിറ്റിയിലൂടെ ഇനി അതിനും അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ AI-ക്ക് ചെയ്യാൻ കഴിയും. ഇതെല്ലാം AI അസിസ്റ്റഡ് ആണ്. AI-നെ കുറിച്ച് കൂടുതൽ ഇവിടെ വിശദീകരിക്കേണ്ട കാര്യമില്ല, കാരണം അത് കൈവിട്ടു പോയ ഒരു കേസാണ്. അതിനു മുമ്പിൽ അനന്ത സാധ്യതകളാണ് ഉള്ളത്. ഇവിടെയാണ് എലോൺ മസ്കിന്റെ മറ്റൊരു കൺസെപ്റ്റ് കൂടി കൂടിച്ചേരുന്നത്. അദ്ദേഹത്തിന്റെ ന്യൂറാലിങ്ക് എന്ന കമ്പനി ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസുകൾ സൃഷ്ടിക്കാനുള്ള ശ്രമത്തിലാണ്. അതായത് നമ്മുടെ ചിന്ത, നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് കമാൻഡായിട്ട് പോകുന്ന ഒരു അവസ്ഥ. അപ്പോൾ അത് നമ്മുടെ തലച്ചോറിൽ വരുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഞാനൊക്കെ എൻ്റെ കുഞ്ഞുനാളില് പഠിച്ചിരുന്ന P. നരേന്ദ്രനാഥിന്റെ ഒരു ബാലസാഹിത്യ കൃതി ഞങ്ങൾക്ക് ഒരു പാഠമായിട്ടുണ്ടായി. അതിന്റെ പേര് മനസ്സറിയും യന്ത്രം എന്നാണ്. അത് മറ്റുള്ളവരുടെ മനസ്സറിയുന്ന യന്ത്രം എന്നായിരുന്നു അതിന്റെ കൺസെപ്റ്റ്. പക്ഷെ ഇപ്പോൾ നമ്മുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു യന്ത്രത്തിലേക്ക് അത് എലോൺ മസ്ക് അതിന്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ലോകം കാണാൻ പോകുന്നത് ടെക്നോളജിയിൽ ഈ അടുത്തൊരു 5 വർഷം വളരെ നിർണായകമായിരിക്കും. AI-യും ഡിജിറ്റൽ ടാറ്റുവും ഓഗ്മെന്റഡ് റിയാലിറ്റിയും അതുപോലെ തന്നെ ഈ BCIs ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസുകൾ ഇതെല്ലാം കൂടിച്ചേരുന്ന ഒരു ടെക്നോളജി വരുമ്പോൾ അന്ന് ഈ സ്മാർട്ട് ഫോണുകൾ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകും. അത് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ അത് സംഭവിക്കുമെന്നാണ് പറയുന്നത്. ഇനി ഇതെങ്ങനെ ജോർജി ആദ്യം സൂചിപ്പിച്ച വചനമായിട്ട് കണക്ട് ചെയ്യുന്നുള്ള കാര്യങ്ങൾ ഇനി ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും മനസ്സിലാവും. കാരണം ഇതിൽ മറ്റു കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കാൻ പറ്റുമെങ്കിലും നമുക്ക് വേണമെങ്കിൽ ഇന്റർനെറ്റിന് വേണമെങ്കിൽ ഉപേക്ഷിക്കാം, നമുക്ക് ഫോൺ കോളുകൾ ഉപേക്ഷിക്കാം, കമ്മ്യൂണിക്കേഷൻ ഉപേക്ഷിപ്പിക്കാം. പക്ഷേ നമുക്കൊരു പർച്ചേസ് ഉപേക്ഷിച്ചിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധ്യമില്ലാത്തൊരു കാലമാണ്. നമുക്ക് ബൈ ആൻഡ് സെൽ ഈ 2 കാര്യങ്ങളും നമുക്ക് നടന്നേ സാധിക്കും. ഈ പർച്ചേസിനെ അസാധ്യമാക്കുന്ന, അതാണല്ലോ ജോർജ് പറഞ്ഞ വചനത്തിലുള്ളത്, പർച്ചേസുകളെ അസാധ്യമാക്കുന്ന, വാങ്ങുവാനോ വിൽക്കുവാനോ സാധിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ കടന്നു വരുന്നു. അതിനെ തരണം ചെയ്യാനുള്ള മാർഗമായിട്ട് വരുന്നത് ഈ മൃഗത്തിന്റെ മുദ്രയാണ്. ഇത് എന്ന് അടിച്ചേൽക്കപ്പെടുന്നു. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ടെക്നോളജികളെല്ലാം കുറച്ച് നാൾ കഴിഞ്ഞ് ഇത് സർവ്വസാധാരണമായിട്ട് മാറും. നമ്മുടെ കയ്യിലെല്ലാം ടാറ്റുകൾ വരും. ഇത് പിന്നീട് മനുഷ്യനെ ഉപേക്ഷിക്കാൻ പറ്റാത്തൊരു സംവിധാനമായിട്ട്, മനുഷ്യന്റെ ഒരു എസെൻഷ്യൽ നീഡായിട്ട് ഇത് വരും. ആ വന്നിരിക്കുന്ന സമയത്ത് ഇതിന്റെ മേൽ അധികാരം ഒരുവന് ലഭിക്കുകയാണെങ്കിൽ അവൻ ഈ ടാറ്റുവിന്റെ രൂപം നിശ്ചയിക്കുകയാണ്. അത് ഒന്നുകിൽ അവന്റെ പേരോ അതല്ലെങ്കിൽ അവന്റെ ഏതെങ്കിലും ചിഹ്നങ്ങളോ അവന്റെ നമ്പറോ, അതാണ് ഈ ടാറ്റുവിന്റെ ഡിസൈൻ എന്ന് അവൻ നിശ്ചയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് സ്വീകരിക്കുക. അത് സ്വീകരിക്കാൻ വിമുഖരാണെങ്കിൽ, അത് സ്വീകരിക്കാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവന് കൊടുക്കൽ വാങ്ങലുകൾ അവന് നിഷേധിക്കപ്പെടും. ഇത് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാതെ തന്നെ ഓക്കെ. അപ്പോൾ റോബിൻ, അപ്പോൾ അരുൺ പറഞ്ഞു നിർത്തിയ ഒരു പോയിന്റ്, നമുക്ക് ഇതിൻ്റെ അകത്തൊക്കെ ഇപ്പോൾ വലിയ രീതിയിൽ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അനന്ത സാധ്യതയാണത് അരുൺ സൂചിപ്പിച്ചു. അപ്പോൾ നമുക്കറിയാം ഒരു എൻഡ് ടൈമിലേക്ക് വരുമ്പോൾ നമ്മൾ ബൈബിൾ പ്രവചിക്കുന്ന പോലെ ഒരു ആൻറ്റി ക്രിസ്തു എന്നൊക്കെ പറയുമ്പോൾ ഒരു 1 വേൾഡ് ഓർഡർ, അല്ലെങ്കിൽ എല്ലാവരുടെയും നിയന്ത്രണം ഒരു വ്യക്തിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്ന അത്തരം ഒരു സാഹചര്യങ്ങളൊക്കെ ആയിരിക്കും സംജാതമാകാൻ പോകുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഈ AI, നമ്മൾ ഈ അന്ത്യകാല പ്രവചനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് AI-ക്ക് എത്രത്തോളം വളരെ നിർണായകമായിട്ടുള്ള ഒരു റോളുണ്ട്? എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് AI ഏറ്റവും കൂടുതൽ, നമുക്കറിയാം ഏറ്റവും അഡ്വാൻസ്ഡ് ടെക്നോളജികൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത് വാറിൻ്റെ മേഖലകളിലാണ് എന്നുള്ളതാണ്. അതുപോലെ വാർ എക്യുപ്മെൻസിൻ്റെ മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജികൾ ഉപയോഗിക്കപ്പെടുന്നത്. അത് കാലങ്ങളായിട്ട് അങ്ങനെ. ഇപ്പോൾ നമുക്കറിയാം ആണവായുധങ്ങളുടെ കണ്ടുപിടുത്തം, ആ ആണവായുധങ്ങളുടെ കണ്ടുപിടുത്തം ഏറ്റവും ആദ്യം അത് ഒരുപാട് സാധ്യതകൾ അതിനുണ്ട്, ഒരുപാട് അനന്തമായ സാധ്യതകൾ അതിനുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഊർജ്ജ പ്രതിസന്ധി, കാരണം എല്ലാത്തിനും ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വേണ്ടത് ഊർജ്ജമാണ്. അതിൻ്റെ ഏറ്റവും മാസ് പ്രൊഡക്ഷൻ നടത്താൻ കാപ്പബിലിറ്റി ഉള്ളതായിരുന്നു ഈ ആണവ കണ്ടുപിടുത്തം എന്നുള്ളത്. പക്ഷേ അതിൽ നിന്ന് മാറി ഏറ്റവും ആദ്യം അത് ഉപയോഗിക്കപ്പെട്ടത് ഒരു മിലിറ്ററി മേഖലകളിലാണ്, വാറിൻ്റെ മേഖലയിലാണ്. ഹിരോഷിമയിലും നാഗസാക്കിയിലും അത് ഇട്ടുകൊണ്ടാണ് ലോകത്തിന് അതിൻ്റെ ശക്തി കണ്ടതുപോലും. എന്ന് വെച്ചാൽ ഏറ്റവും ടെക്നോളജികളെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത് ഇതുപോലെ വാർ എക്യുപ്മെൻറ്റ്സ്, അതുപോലെ വാറിൻ്റെ മേഖലകളിലെല്ലാമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ AI-യുടെ കണ്ടുപിടുത്തത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ അമേരിക്കയുടെ ചാറ്റ് GPT അടക്കമുള്ള അമേരിക്കയുടെ ആ ഭാഗത്തു നിന്ന് ഇപ്പോൾ വെസ്റ്റിൻ്റെ ഭാഗമായിട്ട് ചാറ്റ് GPT അടക്കമുള്ള വന്നു. അപ്പോൾ അതിനെ കഴിഞ്ഞ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മറ്റുള്ള ഡീപ് സീക്ക് ചൈനയുടെ ഭാഗത്തു നിന്ന് വരുന്നു. എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ആ ഒരു ക്ലാഷ് ഉണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ഇത് രണ്ടും അർത്ഥമാക്കുന്നത് ഈ 2 ചേരികൾക്കും ഈ AI എന്ന് പറയുന്നത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് അവരുടെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ ചിപ്പുകളുടെ നിർമ്മാണം നോക്കുക, ചിപ്പുകളുടെ നിർമ്മാണത്തിൽ ചൈനയാണ് ഒരുപാട് മുന്നിട്ട് നിൽക്കുകയാണ്. ചൈന ചിപ്പുകളുടെ നിർമ്മാണത്തിൽ ഇപ്പോൾ ബാക്കിയുള്ള ലോകത്തിന് ഏറ്റവും കൂടുതൽ ചിപ്പ് വരുന്നത് തായ്വാനിൽ നിന്നാണ്. തായ്വാനെ ഇപ്പോൾ ചൈന പിടിച്ചെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ 2 നാനോമീറ്ററും 3 നാനോമീറ്ററും ഒക്കെ ചിപ്പുകൾ, അതാണ് നാനോ ടെക്നോളജിയുടെ. ചൈനയൊക്കെ നാനോ ടെക്നോളജിയിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ടെന്നാണ് പറയുന്നത്, നാനോ ടെക്നോളജിയുടെ ഇതിലേക്ക്. അപ്പോൾ കാരണം വാറിൻ്റെ ഇക്വിപ്മെൻസിൻ്റെ കാര്യങ്ങളിലെല്ലാം അത് വളരെ അത്യന്താപേക്ഷിതമാണ് നാനോ ടെക്നോളജി അടക്കമുള്ള കാര്യങ്ങൾ. അപ്പോൾ
ഈ തായ്വാൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഈ TSMC ഈ 2 നാനോമീറ്ററും 3 നാനോമീറ്ററും ചിപ്പ് നിർമ്മിക്കുന്ന തായ്വാൻ്റെ TSMC എന്ന് പറയുന്ന കമ്പനി $1 ട്രില്യൺ കമ്പനിയാണ്, $1 ട്രില്യൺ ക്യാപ്പബിലിറ്റി ഉള്ള കമ്പനിയാണത്. അപ്പോൾ ഏഷ്യയിൽ നിന്നും ഇത് വളരെ 1-2 കമ്പനികൾ, 2-3 കമ്പനികളുള്ളതിൽ ഒരു കമ്പനി മാത്രമാണ് TSMC എന്ന് പറയുന്ന $1 ട്രില്യൺ ഇതിൽ. അപ്പോൾ അത്രയും ഇൻഫ്ലുവൻഷ്യലാണ് ആ കമ്പനി എന്ന് പറയുന്നത്. അവർ അപ്പോൾ നമുക്കറിയാം അതിൻ്റെ പ്രാധാന്യം എത്രത്തോളമാണ്, ചിപ്പിൻ്റെ പ്രാധാന്യം എത്രത്തോളമാണ് ഇന്നത്തെ ഈ എക്യുപ്മെൻറ്റ്സ് ഉണ്ടാക്കുന്ന കാര്യത്തിലാണെങ്കിൽ എല്ലാ മേഖലകളിലും ചിപ്പിൻ്റെ പ്രാധാന്യം ഒരുപാട് പ്രാധാന്യമുള്ളതാണെന്ന് അറിയാം. അപ്പം ചൈന അതിനെയും കൂടെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. അതിന് കൗണ്ടറായിട്ട് അമേരിക്ക തായ്വാന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു. ശരിക്കും ഇതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ചിപ്പ് വളരെ പ്രാധാന്യമുള്ളതാണ്. കാരണം അമേരിക്കയിൽ ഡിസൈനിങ് ആണ് നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഓർക്കുക, ട്രംപ് എല്ലാ രാജ്യങ്ങളിലും ഈ തീരുവ ചുമത്തിയപ്പോൾ ഈ TSMCൻ്റെ അവിടുത്തെ ആ ചിപ്പ് നിർമ്മാണ കമ്പനിയെ ഒഴിവാക്കി. കാരണം അത്രത്തോളം പ്രാധാന്യമുള്ളതാണ് അമേരിക്കയ്ക്ക് TSMC എന്ന് പറയുന്ന ചിപ്പ് നിർമ്മാണ കമ്പനി എന്ന് പറയുന്നത്. കാരണം ലോകത്തിൽ എനിക്ക് തോന്നുന്നത് സാംസങ്ങും ഈ TSMC ഇവരുമായിരുന്നു 2 നാനോമീറ്ററും 3 നാനോമീറ്ററും ചിപ്പ് നിർമ്മിക്കുന്നത്. അപ്പോൾ കാരണം ഏറ്റവും നൂതനമായ ഇപ്പോഴത്തെ സ്പേസ് അടക്കമുള്ള സാങ്കേതിക വിദ്യകൾ, അതുപോലെ തന്നെ ഈ ഡിഫൻസ് സിസ്റ്റങ്ങളടക്കമുള്ള ഏറ്റവും അത്യാധുനികമായ ഇത് 6th ജനറേഷൻ ഫൈറ്റർ ജെറ്റുകളുടെ കാര്യത്തിൽ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഈ ചിപ്പുകൾ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നാളെ ഒരു ദിവസം ഈ ഒരു യുദ്ധത്തിലേക്ക് പോകുന്നത്, കാരണം ഇപ്പോൾ തന്നെ അത് ഇംപ്ലിമെൻറ്റഡ് ആണ്. പക്ഷേ നേരത്തെ 2030 ഒരു കണക്ക് പറയുന്നുണ്ടായിരുന്നു. ഈ 2030 എന്ന് പറയുന്ന അതേ വർഷം തന്നെ ഒരു കോയിൻസിഡൻറ്റ് പോലെ 2030 എന്ന് പറയുന്ന അതേ വർഷം തന്നെയാണ് യൂറോപ്പ് പറയുന്നത് ഞങ്ങൾ റഷ്യയുമായി യുദ്ധത്തിലായിരിക്കുന്നത്. ഇപ്പോൾ ജർമ്മനി ആണെങ്കിലും അതുപോലെ ബ്രിട്ടൻ ആണെങ്കിലും എല്ലാം ഇപ്പോൾ അവരുടെ ആയുധ പ്രൊഡക്ഷനുകളും ഫാക്ടറികളും എല്ലാം ഇട്ടേക്കുന്നത് 2030 ആകുമ്പോഴത്തേനും ഫുൾ പ്രൊഡക്ഷനിലേക്ക് എത്തുക എന്നുള്ള ഒരു ലക്ഷ്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇപ്പോൾ ഈ എൻഡ് ടൈം, ഇപ്പോൾ ബൈബിളിൽ നമ്മൾ ഒരു പക്ഷേ എന്തുകൊണ്ട് ബൈബിളിലെ എൻഡ് ടൈമിനെ കാര്യമായിട്ട് എടുക്കണം എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നമുക്ക് മനസ്സിലാകുന്ന ബൈബിളിൻ്റെ ആ ഒരു സ്ട്രക്ചറിങ് തന്നെ നമുക്കറിയാം. ക്രിസ്തു വെള്ളത്തിന് മേൽ നടക്കുന്നു, മരിച്ചവരെ സുഖപ്പെടുത്തുന്നു, ഇങ്ങനെ ഒരുപാട് അത്ഭുതങ്ങളിലൂടെയാണ്. പിന്നീടും സഭ വളർന്നത് ഇങ്ങനെ അത്ഭുതങ്ങളിലൂടെയാണ്. പഴയ നിയമത്തിലേക്ക് ഇങ്ങനെ അത്ഭുതങ്ങളിലൂടെയാണ്, ദൈവത്തിൻ്റെ ഇടപെടൽ അത്ഭുതങ്ങളിലൂടെയാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ അന്ന് മുതലുള്ള പ്രവചനങ്ങൾ എന്ന് പറയുന്നത് ദൈവനിവേശിതമായിട്ട് മനുഷ്യൻ എഴുതിയിട്ടുള്ള പ്രവചനങ്ങളാണ്. ആ പ്രവചനങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ സംഭവിക്കും. അത് സംഭവിക്കുന്നത് ഈ രീതിയിൽ ഒരുപക്ഷെ നമ്മളെ നോക്കുമ്പം ഇതൊരു ഗ്രാജുവൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായി വന്നു പോകുന്നതായിരിക്കും. പക്ഷേ ആ ഒരു കാലഘട്ടം നീങ്ങുന്നത്, ആ കാലഘട്ടത്തെ വിലയിരുത്തുമ്പോൾ ആ കാലഘട്ടം നീങ്ങുന്നത് ഈ പ്രവചനങ്ങൾക്കനുസരിച്ചാണ് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഈ പ്രവചനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത്. അത് ചിലപ്പോൾ ഈ AI അഡ്വാൻസ്ഡ് ആയിട്ടുള്ള AI ടെക്നോളജി വഴിയായിരിക്കാം. ആ ടെക്നോളജി ഒരു പക്ഷേ ഈ വാറിൻ്റെ മേഖലയിൽ ഉപയോഗിക്കുന്നതിലൂടെയാകാം. ആ വാറിൻ്റെ മേഖല ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം സൂര്യൻ ആ നാളുകളിൽ പ്രകാശം തരികയില്ല, ഈ ചന്ദ്രൻ ഇരുണ്ടു പോകുന്നൊക്കെ പറയുന്നു. നമുക്കറിയാം ഈ സ്ട്രാറ്റജിക് ആയിട്ടുള്ള കുറച്ച് ന്യൂക്ലിയർ ബോംബുകൾ അവിടെ ഇവിടെ വീണ് കഴിഞ്ഞാൽ ഏകദേശം ആ ഒരു അവസ്ഥ സംജാതമാകാവുന്നതേ ഉള്ളൂ. കാരണം കഴിഞ്ഞ വർഷം തന്നെ നമുക്കറിയാം 50% ചാൻസ് ആയിരുന്നു ഒരു ആണവ ആക്രമണം അമേരിക്കയും റഷ്യയും നടക്കാൻ തമ്മിലുണ്ടായിരുന്നത്. CIA പറയുന്ന സാഹചര്യം ഉണ്ടായി. 50% ചാൻസ്. ഈ 2030 വളരെ എന്ന് വെച്ചാൽ ഈ സമയത്തിനുള്ളിൽ ഒരുപക്ഷെ നടന്നില്ലെങ്കിൽ അത് ദൈവാനുഗ്രഹം, അങ്ങ് നടക്കാനുള്ള ചാൻസ് ഒരുപാട് വലിയതാണ് എന്നുള്ളത്. ഇപ്പോൾ ചൈനയുമായിട്ട് തന്നെയാണെങ്കിലും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഈ ആണവായുധ പ്രൊഡക്ഷന് അത് നിയന്ത്രണം ഏർപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ടും ചൈന അത് അംഗീകരിക്കാൻ തയ്യാറാകാതെ ഇപ്പോഴും വളരെ മാസ് പ്രൊഡക്ഷനാണ് ചൈന നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് ആണവായുധങ്ങളുടെ കാര്യത്തിൽ. അപ്പോൾ എന്ന് വെച്ചാൽ ഒരു യുദ്ധത്തിലേക്ക് എത്തുന്ന സാഹചര്യം, യുദ്ധത്തിലേക്ക് എത്താനുള്ള എല്ലാ സാഹചര്യമുണ്ട്. നമുക്കറിയാം, നമ്മളത് വർണ്ണിക്കാതെ തന്നെ അറിയാം. വെസ്റ്റും റഷ്യയും തമ്മിൽ, അതുപോലെ മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലും അവിടെയുള്ള രാജ്യങ്ങളും തമ്മിൽ, ഇറാനും തമ്മിൽ, അതുപോലെ തന്നെ ചൈനയും അമേരിക്കയും തമ്മിലുള്ള ആ യുദ്ധത്തിൽ എനിക്ക് തോന്നുന്നു ആ ഒരു ക്ലാഷിൻ്റെ ഉള്ളിൽ ഓസ്ട്രേലിയയുണ്ട്, ഇന്ത്യയുണ്ട്, പാകിസ്ഥാനുണ്ട്, അതുപോലെ ഫിലിപ്പീൻസ് ഉണ്ട്, ഈ മേഖലയിലുള്ള ജപ്പാനുണ്ട്, എല്ലാ രാജ്യങ്ങളും ഇൻവോൾവ്ഡ് ആണ് അവിടെയുള്ള ഒരു ക്ലാഷിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അങ്ങനെ നോക്കുകയാണ് എങ്കിൽ ഒരു വലിയ യുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള എല്ലാ സാധ്യതകളും വളരെ അടുപ്പത്തിൽ, ഏറ്റവും അടുത്ത് തന്നെ കിടക്കുന്ന സാഹചര്യമുണ്ട്. പല സ്ഥലങ്ങളിലും അതിനുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു. റഷ്യ ഉക്രൈൻ വാർ അടക്കമുള്ള കാര്യങ്ങളിലെല്ലാം ഈ സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു വാറിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഈ AI അടക്കമുള്ള കാര്യങ്ങൾ നമുക്കറിയാം. സാധാരണക്കാർക്ക് ഇത്രയും AI ലഭിക്കുന്നുണ്ട് എങ്കിൽ, ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള AI ലഭിക്കുന്നുണ്ടെങ്കിൽ ഈ മിലിറ്ററി ഇൻ്റലിജൻസിൻ്റെ കാര്യങ്ങളിലൊക്കെ എത്രത്തോളം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള AI ആയിരിക്കും അവരുടെ അടുത്ത് ഇരിക്കുന്നതെന്നുള്ളത്. ഇപ്പോൾ ഇസ്രായേലിൻ്റെ ടാങ്കിൻ്റെ കാര്യം എടുത്തുക. ഇസ്രായേലിൻ്റെ ടാങ്കിൻ്റെ ഉള്ളിൽ ഇരുന്ന് വെച്ചിട്ട് അത് പറയുന്നത് ഇസ്രായേലിൽ ആ ചുറ്റുവട്ടത്തുള്ള എല്ലാ ഇമേജുകളും ഇവർ എടുക്കുന്നു. അതിനുശേഷം അവിടെ നിന്നുള്ള എല്ലാ ഇൻ്റലിജൻസും ഇത് സ്വീകരിച്ചു അത് അനലൈസ്
അനലൈസ് ചെയ്ത് ഈ കമാൻഡ് കൺട്രോളിലേക്ക് കൊടുക്കുന്നു. അങ്ങനെയാണ് അവിടെ ഇരുന്നിട്ട് ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ പുറത്തേക്കുള്ള വിഷനും അപ്പുറത്ത് ഇങ്ങനെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഈ ടാങ്ക് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് മിസൈലുകളുടെ കാര്യം എടുക്കാം. മിസൈലുകളുടെ കാര്യം എടുക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഈ ഉക്രൈൻ റഷ്യയുടെ ഉള്ള ഏരിയയിലേക്ക് അമേരിക്കയുടെ മിസൈൽ അയക്കാൻ തുടങ്ങുന്ന സമയത്ത് റഷ്യ പറഞ്ഞു, ഈ മിസൈൽ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, റഷ്യക്കുള്ളിലേക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അമേരിക്കയെ ആക്രമിക്കും. കാരണം അമേരിക്കയെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ഈ മിസൈലിൻ്റെ ഇൻ്റലിജൻസ് അടക്കമുള്ള കാര്യങ്ങൾ, ഈ മിസൈലിൻ്റെ ഈ മാപ്പിംഗ് അടക്കമുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അമേരിക്കയാണ് നിയന്ത്രിക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ ഈ അവസാനം ഈ AI കാര്യത്തിലേക്ക് എത്തുമ്പോൾ കൃത്യമായിട്ട് ഈ AI ഈ ആയുധങ്ങളിലെല്ലാം ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ വലിയൊരു യുദ്ധമുണ്ടായാൽ ഈ AI അടക്കമുള്ളത് ഉപയോഗിച്ച് മാനവരാശിയെ മുഴുവൻ ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക്, ഭൂമിയെ ഒന്നുമില്ലാതാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താനുള്ള സാധ്യതകൾ കിടക്കുന്നുണ്ട്. കാരണം ബൈബിളിലൊരു വാക്യം പറയുന്നുണ്ടല്ലോ, ദൈവം ഈ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ദൈവം മനുഷ്യൻ്റെ ചിന്തകൾ തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുന്നു എന്ന് ദൈവം കണ്ടു എന്നുള്ള ഒരു വാക്യമുണ്ടല്ലോ. അപ്പോൾ ആ വാക്യം തന്നെയാണ് ഇതിന് ആധാരമായിട്ടുള്ളത്. കാരണം മനുഷ്യൻ്റെ കണ്ടുപിടുത്തങ്ങളെല്ലാം ഏറ്റവും ആദ്യം ഉപയോഗിക്കപ്പെടുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് എന്നുള്ളൊരു വസ്തുത നിലനിൽക്കുന്നതുകൊണ്ട് AI അടക്കമുള്ള കാര്യങ്ങളുടെ അഡ്വാൻസ്മെൻറ്റ് നല്ലതിലേക്ക് പോകുമോ തിന്മയിലേക്ക് നീങ്ങുമോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ് എന്നുള്ളതാണ്. ഓക്കെ, യെസ്. നമുക്കറിയാം വളരെ പെട്ടെന്നായിരിക്കും ഓരോ കാര്യങ്ങളും മാറുന്നത്, അല്ലേ? നമുക്കൊരു 5 വർഷം മുമ്പ് വരെ നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ലായിരുന്നു, അല്ലേ? വിമാനങ്ങൾ ഓടാത്ത, തീവണ്ടികൾ ഓടാത്ത, വാഹനങ്ങൾ നിരത്തിലിറങ്ങാത്ത, അതായത് ലോകത്തിലെ എല്ലാ ജനങ്ങളും വാതിലടച്ച് വീട്ടിലിരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് സ്വപ്നം പോലും കാണാൻ സാധിക്കില്ലായിരുന്നു. പക്ഷേ കോവിഡിൽ അത് സംഭവിച്ചു. പോട്ടെ, ഒരു 4 വർഷം മുമ്പ് വരെ നമുക്ക് പേഴ്സിൽ ഒരു നയ പൈസ ഇല്ലാതെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. പക്ഷേ ഇന്ന് പേഴ്സിൽ പൈസ ഇല്ലെങ്കിലും മൊബൈൽ ഉണ്ടായാൽ മതി. അങ്ങനെയാണ്, പെട്ടെന്നായിരിക്കും ഓരോ കാലഘട്ടത്തിൽ ഓരോ മാറ്റങ്ങൾ സംഭവിക്കും. നമുക്കറിയാം, ബൈബിളിലെ വചനങ്ങളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, ആകാശം ഭൂമി മാറിയാലും എൻ്റെ വചനങ്ങൾ നിലനിൽക്കും. അത് എന്തൊക്കെ സംഭവിച്ചാലും ബൈബിളിലുള്ള പ്രവചനങ്ങൾ പൂർത്തീകരിക്കപ്പെടുക തന്നെ ചെയ്യും. മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാനാണ്, നമ്മൾ ഈ ബിൽഗേറ്റ്സുമായിട്ട് ആ വ്യക്തിയല്ല, പക്ഷേ എങ്കിൽ പോലും ഞാൻ ഈ ഒരു വിഷയം നമ്മൾ ചർച്ചയ്ക്ക് എടുത്തപ്പോൾ ഈ ടൈംസ് ഓഫ് ഇന്ത്യയിൽ 2025 ഫെബ്രുവരി 1 വന്നൊരു ലേഖനമുണ്ട്, 15 predictions Bill Gates made in 1999 that will amaze you with their accuracy. അതായത് ബിസിനസ് അറ്റ് ദ സ്പീഡ് ഓഫ് തോട്ട് എന്ന് പറയുന്ന ബുക്കിൽ അദ്ദേഹം പറഞ്ഞ 15ഓളം പ്രവചനങ്ങളുണ്ട്. അന്ന് അദ്ദേഹം പറഞ്ഞു 1999, ഞാൻ ബുക്ക് വായിച്ച് വെരിഫൈ ചെയ്തില്ല, പക്ഷേ ഈ വെബ്സൈറ്റിനെ ആധാരമാക്കിയാണ് ഞാൻ പറയുന്നത്, പ്രൈസ് കമ്പാരിസൺ വെബ്സൈറ്റ്സ് ഉണ്ടാകുന്ന 99 അദ്ദേഹം പറയുകയുണ്ടായി. മൊബൈൽ ഡിവൈസ് വളരെയധികം വളർന്നു വരുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഓൺലൈൻ പേയ്മെൻറ്റ്, ഹെൽത്ത് കെയർ സിസ്റ്റം അത് വലിയ രീതിയിൽ വരുമെന്ന് അദ്ദേഹം പറഞ്ഞു. അത് സംഭവിച്ചു. ഹോം മോണിറ്ററിംഗ് സിസ്റ്റം, അങ്ങനെ നിരവധി കാര്യങ്ങൾ. നമ്മൾ ബിൽ ഗേറ്റ്സിൻ്റെ ഒരു പേര് പരാമർശിച്ചുകൊണ്ടാണ് ഞാൻ ഇത് കാര്യം പറയുന്നത്. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും സ്മാർട്ട് ഫോണും, അതെ, സ്മാർട്ട് ഫോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളും അദ്ദേഹത്തെ പറയുന്നത്. സ്മാർട്ട് അഡ്വർടൈസിങ്, ഇൻട്രാക്റ്റീവ് ടെലിവിഷൻ, 99 ആ ബുക്കിൽ അദ്ദേഹം പറയുന്നു എന്നാണ് പറയുന്നത്. ഞാൻ ബുക്ക് വായിച്ചിട്ടില്ല, പക്ഷേ വെബ്സൈറ്റിൽ അങ്ങനെ പറയുന്നു. അതിനാൽ തന്നെ എനിക്ക് തോന്നുന്നു നമുക്ക് ഈ സാങ്കേതിക വിദ്യ തീർച്ചയായിട്ടും നല്ലതാണ്, അതിലൂടെ പല നന്മകളും ഉണ്ട്. പക്ഷേ നമ്മൾ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മുടെ പ്രത്യാശ അല്ലെങ്കിൽ നമ്മുടെ നോട്ടം പോകേണ്ടത് നിത്യജീവനിലേക്കാണ്, സ്വർഗത്തിലേക്കാണ്, കർത്താവിലേക്കാണ്. അതിനാൽ തന്നെ സാങ്കേതിക വിദ്യ ഒരു സൈഡിൽ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. പക്ഷേ അതിനെ നമ്മൾ ജാഗ്രതയോടെ വിവേചിച്ചറിയേണ്ട ഉത്തരവാദിത്തം, കടമ അത് ഉപയോഗിക്കുന്നവർക്കാണ്, അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കാണ്. പ്രത്യേകിച്ച് ക്രൈസ്തവർക്ക് വലിയ രീതിയിലുള്ളൊരു ജാഗ്രത പുലർത്തേണ്ട ഒരു സാഹചര്യമാണുള്ളത്. ജോർജിയുടെ കോവിഡ് കാലത്തെ കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ ഈ കോവിഡും ചില കാര്യങ്ങളുടെ ഒരു മുന്നാസ്വാദനമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു തിരിച്ചറിവ് നൽകുന്ന ഒരു കാര്യം. അതായത് അന്ന് നമുക്ക് ആർക്കും പള്ളിയിൽ പോകാൻ സാധിക്കുന്നില്ല. അതായത് ലോകം മുഴുവൻ, പണ്ടും ഇതുപോലെ അസുഖങ്ങളൊക്കെ വന്നിട്ടുണ്ട്, രോഗങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ അത് ആ പ്രദേശത്തെ മാത്രം ബന്ധപ്പെട്ട് നിന്നപ്പോൾ ലോകം മുഴുവൻ ദേവാലയങ്ങളിലേക്ക് വരാൻ സാധിക്കാത്തൊരു സാഹചര്യം സഞ്ചാരമായി. അതുപോലെ തന്നെ പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ അവസാന ഘട്ടത്തിലേക്കൊക്കെ എത്തിയപ്പോഴേക്കും കോവിഡ് പാസ്പോർട്ടിൻ്റെ കൺസെപ്റ്റിലേക്ക് കാര്യങ്ങൾ വന്നു. അതായത് കോവിഡ് വാക്സിൻ എടുത്ത സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഒരാൾക്കും ഒരു മോളിലോട്ടോ മറ്റ് പൊതുജനം കൂടുന്ന ഒരിടത്തേക്കും വരാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. പലപ്പോഴും ഒരു ക്രിസ്ത്യൻ ഫെയ്ത്തുള്ള പലരും, അവരെ സംബന്ധിച്ചിടത്തോളം ഈ കോവിഡ് വാക്സിനെ കുറിച്ച് തന്നെ അവർക്കൊരു എത്തിക്കലായിട്ടുള്ളൊരു വിഷയം ഉണ്ടായിരുന്നു. ചില കോവിഡ് വാക്സിനുകൾ, ആസ്ട്രാസെനേക്ക പോലെയുള്ള വാക്സിനുകളിൽ, അവയെല്ലാം ഈ മനുഷ്യ ഭ്രൂണത്തിൽ നിന്നായിരുന്നു, മനുഷ്യക്കുഞ്ഞിൻ്റെ ഭ്രൂണത്തിൽ നിന്നാണ് ആ വാക്സിനുകളുടെ ഒരു ഉത്ഭവം വരുന്നത്. അതുകൊണ്ട് തന്നെ എത്തിക്കലായിട്ട് ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം അത് ഉപയോഗിക്കാൻ പാടില്ലാത്തതായിരുന്നു. പക്ഷേ പരസ്നേഹ പ്രവൃത്തിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവന് വേണ്ടിയിട്ട് അത് അടിച്ചേൽപ്പിക്കപ്പെടുന്ന ആ ഒരു തിന്മയെ പോലും സ്വീകരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരേണ്ട അവസ്ഥ വന്നു. അപ്പോൾ ഇതുപോലെ നമ്മൾ ചിന്തിക്കുകയാണ്, നമുക്കത് വേണ്ട എന്ന് നമ്മൾ ചിന്തിച്ചാൽ പോലും നമ്മൾ നിർബന്ധിക്കപ്പെടുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഇവിടെയും ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഈ മുദ്ര കുത്തണ്ട എന്ന് ചിന്തിക്കുന്നവർ പലരുണ്ടെങ്കിൽ പോലും അവർക്ക് കുത്താതെ, നിവൃത്തിയില്ലാതെ അല്ലെങ്കിൽ കുത്താതെ വരുമ്പോൾ ജീവിക്കാൻ പറ്റാതെ വരുന്ന ഒരു സാഹചര്യം.
കൊടുക്കൽ വാങ്ങലും മാത്രമല്ല, ഈ സമൂഹത്തിലെ തന്നെ അവരുടെ നിലനിൽപ്പ് പോലും അപകടത്തിലാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇത് കൊണ്ടുചെന്നെത്തിക്കുന്നത്. ആർക്കും ഒരു അഭിപ്രായം പോലും പറയാൻ പറ്റില്ല. ഇപ്പോൾ നമുക്കറിയാം, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ കോവിഡ് വാക്സിൻ മൂലം തങ്ങളുടെ മക്കൾ മരണപ്പെട്ടു, തങ്ങളുടെ പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് ഇവിടെ നമ്മുടെ നാട്ടിലുണ്ട്. അവരൊരു പത്രസമ്മേളനം പ്രസ് ക്ലബ്ബിൽ നടത്തിയിരുന്നു. പക്ഷേ ആ പത്രസമ്മേളനം പോലും മിക്കവാറും മാധ്യമങ്ങൾ പോലും അത് പത്രസമ്മേളനം റിപ്പോർട്ട് ചെയ്യാൻ പോലും ധൈര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ. അതായത് ലോകത്തിന്റെ നിയന്ത്രണം മറ്റൊരു വ്യക്തി ഏറ്റെടുത്തു കഴിഞ്ഞാൽ, ഈ കോവിഡ് കാലത്ത് തന്നെ ട്രംപ് അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് പോലും അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നു. ഈ അടച്ചിടലുകളോടൊക്കെ അദ്ദേഹം വിമുഖതയുള്ള വ്യക്തിയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് പോലും, അതായത് ലോകത്തിലെ ഇപ്പോഴുള്ള ഭരണാധികാരികൾക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ, അവരെ എല്ലാവരും അതിനു മേലെ ഒരു സംവിധാനം നിയന്ത്രിക്കുന്ന ഒരു അവസ്ഥ. ഇത്തരം ഒരു അവസ്ഥയിലേക്കാണ് ലോകം പോകുന്നത്. ഒരു പുതിയ ലോകക്രമം. കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു മീഡിയയിൽ കണ്ടതാണ്. ഇന്ത്യ ചൈനയും മറ്റു റഷ്യയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അടുപ്പങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇതാ ഒരു പുതിയൊരു ലോകക്രമം വരുന്നു എന്നൊരു വാർത്ത മീഡിയയിൽ വന്നിരുന്നു. അതായത് ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലെ വിവിധ ഭൂഖണ്ഡങ്ങളിൽ പ്രധാനപ്പെട്ട ചില രാജ്യങ്ങൾ ഉയർന്നു വരുന്നു, അവർ തമ്മിലുള്ള കൂട്ടായ്മകൾ വരുന്നു. ഇപ്പോൾ യൂറോപ്യൻ യൂണിയനെ നമുക്ക് വേണമെങ്കിൽ ഒരു ഉദാഹരണമാക്കാം. ഒരു ഒറ്റ കറൻസിയിലേക്കും ഒറ്റ ഭരണക്രമത്തിലേക്കും ഒരു ഭൂഖണ്ഡത്തെ പൂർണ്ണമായിട്ടും മാറ്റുവാൻ തക്ക ശേഷിയുള്ള ഒരു സംവിധാനമായിട്ട് അത് വരുന്നു. ഇതുപോലെ തന്നെ ലോകം മുഴുവൻ നിയന്ത്രിക്കപ്പെടുന്ന ഒരു സംവിധാനം, അത് വിദൂരമല്ല, ലോകത്തെ മുഴുവൻ കൈപ്പിടിയിൽ ഒതുക്കുന്ന ഒരു സംവിധാനം, ഒരു ന്യൂ വേൾഡ് ഓർഡർ. ഈ വേൾഡ് ഓർഡറിന്റെ തലപ്പത്ത് ആരായിരിക്കും? അതനുസരിച്ചിരിക്കും ഈ അവശിഷ്ട ഭാഗം. ഞാൻ അങ്ങനെ ഒരു വാക്കാണ് ഇവിടെ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഈ കാര്യങ്ങളൊന്നും അംഗീകരിക്കാതെ, അതല്ലെങ്കിൽ പരിശുദ്ധ ബൈബിളിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് അതിൽ മാത്രം വിശ്വസിച്ച് ജീവിതം നയിക്കുന്ന വ്യക്തികൾ, അതൊരു വളരെ ചെറിയൊരു ശേഷിപ്പായിട്ട് വരും. ആ ശേഷിപ്പുകൾ അവർക്ക് ഒറ്റയ്ക്ക് ഒരു വ്യക്തിക്ക് നിൽക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യം. ഇപ്പം ഈ കൊടുക്കൽ വാങ്ങൽ നടക്കില്ല എന്ന് പറയുമ്പോൾ പിന്നീട് വരാൻ പോകുന്നത് ബാർട്ടർ സംവിധാനമാണ്. അപ്പോൾ ഇത്തരത്തിൽ നിൽക്കുന്ന വ്യക്തികൾ, ഇത്തരത്തിൽ നിൽക്കുന്ന അവർ ഒരു കൂട്ടായ്മകളായിട്ടും കമ്മ്യൂണിറ്റികളായിട്ടൊക്കെ മാറാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം, അമേരിക്കയിലെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അവർ ഇന്നത്തെ ടെക്നോളജികളൊന്നും ഉപയോഗിക്കാതെ, ഇന്നത്തെ വാഹനങ്ങളില്ല, സ്മാർട്ട് ഫോണില്ല. നിലപാട് ഈ ഒരു പ്രോഗ്രാമിലെ അവസാന ഘട്ടത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരേ ഒരു കാര്യം മാത്രമാണ്. വെളിപാടിൻ്റെ പുസ്തകം 13-ാം അധ്യായം 18-ാം തിരുവചനത്തിൻ്റെ ആദ്യ ഭാഗം. ഇവിടെയാണ് ജ്ഞാനം ആവശ്യമായിരിക്കുന്നത്. തീർച്ചയായും നമുക്ക് ചുറ്റിലും വളരെ നിർണായകമായിട്ടുള്ള ഗൗരവമേറിയിട്ടുള്ള സംഭവവികാസങ്ങൾ, ചില ഡെവലപ്മെൻറ്റുകൾ, ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിൽ നാം സ്വപ്നം പോലും കാണാത്ത രീതിയിലുള്ള, നാം ചിന്തിക്കുക പോലും ചെയ്യാത്ത രീതിയിലുള്ള പല മാറ്റങ്ങളും പല ചേഞ്ചസും പല ഡെവലപ്മെൻറ്റുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ തീർച്ചയായിട്ടും അതിലൂടെ പല പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലും ലോകത്തിലും സംഭവിക്കുന്നുണ്ട്. പക്ഷേ അതിനെ ജാഗ്രതയോടെ, വിവേകത്തിൻ്റെ കണ്ണുകളിലൂടെ, ജ്ഞാനത്തിൻ്റെ കണ്ണുകളിലൂടെ കാണേണ്ട ഉത്തരവാദിത്തം ക്രൈസ്തവർക്കാണ്. ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്നവ തീർച്ചയായിട്ടും അത് നിറവേറുക തന്നെ ചെയ്യും. അത് എന്ന്, എപ്പോൾ, എങ്ങനെ എന്നത് നമുക്കറിയില്ല. അത് കർത്താവിന് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷേ അതിനെ വിവേചിച്ചറിയുവാനുള്ള ജ്ഞാനം തീർച്ചയായിട്ടും കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. അതിനാൽ തന്നെ വീണ്ടും നിലപാടായിട്ട് ഞങ്ങൾ ഈ ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഇവിടെയാണ് ജ്ഞാനത്തിൻ്റെ ആവശ്യം. ജാഗ്രതയോടെ, ജ്ഞാനത്തോടെ, പ്രാർത്ഥനയുടെ അരൂപിയിലൂടെ ഈ വരും വർഷങ്ങളിൽ ലോകത്ത് നടമാടുന്ന സംഭവവികാസങ്ങളെ നോക്കിക്കാണുവാൻ ക്രൈസ്തവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനായിട്ട് നമുക്ക് ഒരുക്കമുള്ളവരായിരിക്കാം. ആത്മീയമായിട്ട് നമ്മെ തന്നെ ഒരുക്കാം. പ്രാർത്ഥനയുടെ അരൂപിയിൽ നമ്മെ തന്നെ ഒരുക്കാം. എല്ലാ വിധത്തിലും ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനായി, ക്രിസ്തുവിനെ സ്വാഗതം ചെയ്യുവാനായി നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. പ്രാർത്ഥിച്ച് ഒരുങ്ങി ജ്ഞാനത്തോടെ നമുക്ക് പ്രതീക്ഷയോടുകൂടി തന്നെ കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തിനായി കാത്തിരിക്കാം.